യഥാർത്ഥത്തിൽ ഏത് കാര്യത്തിനും ആദ്യം വേണ്ടത് അറിവാണ്. അറിവാണ് ആദ്യം എല്ലാ വിഷയത്തിലും ഉണ്ടാവേണ്ടത്. നിസ്കരിക്കുന്നതിൻ്റെ മുൻപ് നിസ്കാരത്തെക്കുറിച്ചുള്ള അറിവ് ഉണ്ടാവണം. നോമ്പനുഷ്ഠിക്കുന്നതിൻ്റെ മുൻപ് നോമ്പിനെക്കുറിച്ച് അറിവുണ്ടാവണം. വുളു എടുക്കുന്നതിന് മുമ്പ് വുളുവിനെക്കുറിച്ചുള്ള അറിവുണ്ടാവണം. ഹജ്ജിനും ഉംറയ്ക്കും പോകുമ്പോൾ ഹജ്ജ് ഉംറ സഹീഹാവാൻ ആവശ്യമായ അറിവ് ആദ്യം സമ്പാദിക്കണം. സമ്പത്തിനെ ബാധിക്കുന്ന സക്കാത്ത് കൊടുത്ത് വീട്ടി ബാധ്യത നിർവഹിക്കണമെങ്കിൽ ആദ്യമായി അതിനെക്കുറിച്ചുള്ള അറിവ് പഠിച്ചിരിക്കണം. നൂറുകണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ പള്ളികളിൽ വന്ന് നിസ്കരിച്ച് അവരൊക്കെ റുക്കൂഉം സുജൂദും ചെയ്ത് അവർ നിർവഹിക്കുന്നത് പോലെയൊക്കെ ഒരാളങ്ങ് നിർവഹിച്ചതുകൊണ്ട് ആ നിർവഹിച്ച കർമ്മത്തെ പറ്റി നിസ്കാരം എന്ന് പറയില്ല. നിസ്കാരം എന്ന മഹാബാധ്യത തൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവായി കിട്ടുകയും ഇല്ല. എല്ലാ ദിവസവും കാലത്തെഴുന്നേറ്റ് സുബഹി നിസ്കരിക്കുന്നുണ്ട്, ളുഹർ നിസ്കരിക്കുന്നുണ്ട്, അസർ നിസ്കരിക്കുന്നുണ്ട്, മഗ്രിബും ഇശാവും നിസ്കരിക്കുന്നുണ്ട്, ഉപേക്ഷ കാണിക്കാതെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നുണ്ട്. പക്ഷേ എന്താണ് താൻ നിസ്കരിക്കുന്നത് എന്നതിനെക്കുറിച്ച് പൂർണ്ണമായ അത് കുറ്റമറ്റതായി തീരാൻ ആവശ്യമായ അറിവ് ഇല്ലെങ്കിൽ ആ ചെയ്യുന്നതിനെക്കുറിച്ച് നിസ്കാരം എന്ന് പറയില്ല. വിവാഹം കഴിക്കപ്പെട്ട സഹോദരിമാർ അല്ലെങ്കിൽ വിവാഹം കഴിച്ച പുരുഷന്മാർ ആവശ്യാനുസരണം ഇഷ്ടം പോലെ 1-2 തവണ ശരീരം വൃത്തിയാക്കി കുളിക്കുകയും അല്ലെങ്കിൽ അംഗസ്നാനം വരുത്തുകയും ചെയ്തു എന്നതുകൊണ്ട് ശറഇൽ ഒരാൾ കുളിക്കാൻ ആവശ്യമായിരിക്കുന്ന നിബന്ധനകളും അതിൻ്റെ ചിട്ടവട്ടങ്ങളും അറിയാതെ വുളു എന്ന ഇബാദത്തിനെ കുറിച്ച് അത് ശരിയാവാൻ ആവശ്യമായ അറിവില്ലാതെ 5-10 പ്രാവശ്യം അവൻ വെള്ളത്തിൽ മുങ്ങി കുളിച്ചത് കൊണ്ടോ ശരീരങ്ങൾ കഴുകി വൃത്തിയാക്കിയത് കൊണ്ടോ അവൻ വുളു എടുത്തു എന്നോ കുളിച്ചു എന്നോ പറയാൻ പറ്റില്ല മക്കളെ. അങ്ങനെ ശറയിൽ ഇല്ല. വുളു എടുക്കുമ്പോൾ അത് വുളു സഹിയാവാൻ ആവശ്യമായത് പഠിച്ചിരിക്കണം. കുളിക്കുമ്പോൾ കുളി ശരിയാവാൻ ആവശ്യമായതിൻ്റെ മുൻപ് പഠിച്ചിരിക്കണം. നിസ്കരിക്കുമ്പോൾ നിസ്കാരം ശരിയാവാൻ ആവശ്യമായത് അതിൻ്റെ മുൻപ് പഠിച്ചിരിക്കണം. ഏതൊരു വീട്ടിലും കയറി ചെന്നാൽ ആ വീട്ടിൽ എവിടേക്ക് തിരിഞ്ഞാണ് കൃത്യമായി നിസ്കരിക്കേണ്ടത്, കിബില എങ്ങോട്ടാണ് എന്ന് അറിഞ്ഞിരിക്കണം. ഞങ്ങളൊക്കെ ഇങ്ങോട്ട് തിരിഞ്ഞാണ് നിസ്കരിക്കാറുള്ളത്, അല്ലെങ്കിൽ ഇവിടുന്ന് വീട്ടുകാരൻ ഇങ്ങോട്ടാ തിരിഞ്ഞ് നിസ്കരിച്ചത്. ഏതാണ് ശരിയായ കിബില എന്നറിയില്ല. ആ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്ന ഒരു നിസ്കാരവും ശരിയാവുകയില്ല എന്നതാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ ഈ പറയുന്ന വിഷയത്തിൽ ആർക്കും തർക്കമില്ലാത്ത കാര്യങ്ങളാണ്. തർക്കമുള്ള കാര്യങ്ങളെ ഞാൻ പറയാറില്ല, ഇത്തരം വേദികളിൽ പ്രത്യേകിച്ചു. AP വിഭാഗത്തിനോ EK വിഭാഗത്തിനോ സംസ്ഥാന വിഭാഗത്തിനോ ഏതെങ്കിലും വിഭാഗത്തിന് അഭിപ്രായ വ്യത്യാസമുള്ളതോ അല്ലെങ്കിൽ അവർക്കിടയിൽ ഭിന്നിപ്പുള്ളതോ ആയ വിഷയങ്ങൾ സംസാരിക്കാറില്ല. അതാദ്യമായി മനസ്സിലാക്കി വെച്ചോ. എല്ലാവരും അംഗീകരിക്കുന്നതും മതത്തിൻ്റെ പേരിൽ എല്ലാ പണ്ഡിതന്മാരും എല്ലാ വിഭാഗവും എല്ലാ മുസ്ലിമീങ്ങളും ഉൾക്കൊള്ളുന്നതുമായ കാര്യങ്ങൾ മാത്രമാണ് പറയാറുള്ളത്. അത് ഓരോ മഹല്ലത്തിൽപ്പെട്ട പുരുഷന്മാരും സ്ത്രീകളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് താനും. ഒരു വീട് വെച്ചു, ആ വീട്ടിൽ താമസിക്കുമ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങോട്ട് തിരിഞ്ഞാണ് നിസ്കരിക്കാറുള്ളത്. ഏതാണ് കിബില എന്ന് കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടില്ല.
കിബില എങ്ങോട്ടാണ് എന്ന് കൃത്യമായി അറിയില്ല. അന്ന് വീട് ഉദ്ഘാടനത്തിന് വേണ്ടി വന്ന സമയത്ത് ആ ഉസ്താദ് ഇങ്ങോട്ട് തിരിഞ്ഞാണ് നിസ്കരിച്ചത്. അദ്ദേഹം ഇങ്ങോട്ട് തിരിഞ്ഞാണ് നിസ്കരിക്കേണ്ടതെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടൊന്നുമില്ല. അദ്ദേഹം ഏതോ അടിസ്ഥാനത്തിൽ അങ്ങനെ നിസ്കരിച്ചു. ഞങ്ങളും അങ്ങോട്ട് തിരിഞ്ഞ് എന്നാ നിസ്കരിക്കല്. ഈ വീട്ടിലെ ചെറിയ കുട്ടി മുതൽ 7 വയസ്സായ കുട്ടി മുതൽക്ക് 60 വയസ്സായ പ്രായമുള്ള ഉപ്പ വരെ ഉമ്മ വരെ, അല്ലെങ്കിൽ സഹോദര സഹോദരിമാരെല്ലാവരും, ഇവിടെ വരുന്ന ഗസ്റ്റുകളും ഇവിടെ വരുന്ന എല്ലാവരും അങ്ങനെയാണ് നിസ്കരിക്കരി എന്ന് പറഞ്ഞതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരോടും ഉപ്പമാരോടും രക്ഷിതാക്കളോടും യുവാക്കളോടും യുവതികളോടും പറയുന്നു, അതാണ് കിബില എന്ന അടിസ്ഥാനത്തിൽ അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിച്ചത് കൊണ്ട് നിസ്കാരം ശരിയാവുകയില്ല. കാരണം അതിനെക്കുറിച്ച് ആദ്യം പഠിക്കണം. അതിനെക്കുറിച്ച് ആദ്യമായിട്ട് വിവരമുള്ള പണ്ഡിതൻ വന്നിട്ട് അവിടുത്തെ കിബില അടയാളപ്പെടുത്തിയിരിക്കണം. അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി നിസ്കരിച്ചു പോരുന്ന പള്ളിയിലെ മിഹ്റാബിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഉണ്ടാക്കിയ ഒരു വീട് മിഹ്റാബ് ആയിരിക്കണം, അതിനോട് തുല്യമായ ആയിരിക്കണം. അല്ലാതെ ഇവിടെ എല്ലാവരും നിസ്കരിക്കൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞത് കൊണ്ട് നിസ്കാരം ശരിയാവില്ല. ഇനി സംശയം ഉണ്ടെങ്കിൽ തങ്ങൾ പാപ്പാണ്ട് ചോദിച്ചു നോക്കി. അപ്പൊ ഏതൊരു കാര്യത്തെക്കുറിച്ചും ആദ്യം അതിൻ്റെ അറിവ് വേണം. അറിവില്ലാതെ ഒരു ഇബാദത്തും അൽ ഇൽമു ഖബ്ലൽ അമൽ. ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരിയിൽ ഒരു തലക്കെട്ട് കൊണ്ടുവന്നത് തന്നെ അങ്ങനെയാണ്. ഏതൊരു കാര്യത്തെക്കുറിച്ചും ആ കാര്യം പ്രവർത്തിക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചുള്ള അറിവ് വേണം. ഞാൻ ചോദിക്കുന്നു, എങ്ങനെയാണ് ഇനി ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളോട് പറയേണ്ടത്? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹു തആലയെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നാണ്. ഫിഇലുൽ അബ്ദി മാ യർളാ ബിഹി റബ്ബുഹു. റബ്ബ് തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ പേരാണ് ഇബാദത്ത്. റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യണം. ഏത് കാര്യങ്ങളാണ് റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നത്, എങ്ങനെ ചെയ്താലാണ് റബ്ബിനത് തൃപ്തിപ്പെടുത്തുന്നത് എന്നത് മനസ്സിലാക്കണ്ടേ? ഒരാൾ കോടികളോ അല്ലെങ്കിൽ അതിനപ്പുറമോ വാരിക്കോരിയിട്ട് തൻ്റെ കുടുംബത്തിലോ അല്ലെങ്കിൽ തൻ്റെ അയൽവക്കത്തോ തൻ്റെ നാട്ടിലോ അല്ലാത്തയിടത്തോ ഉള്ള പാവങ്ങൾക്ക്, ആവശ്യക്കാർക്ക് ഇഷ്ടം പോലെ ദാനമായി കൊടുത്തു, ധർമ്മമായി കൊടുത്തു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിട്ടുള്ള സക്കാത്ത് എന്ന ഇബാദത്താണത് എന്ന് പറയാൻ പറ്റില്ല. അത് ഇബാദത്തായി അല്ലാഹു തആലയെ തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിലാവണമെങ്കിൽ എങ്ങനെ കൊടുക്കണം, ഏത് കൊടുക്കണം, എത്ര കൊടുക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയത് അതിനെപ്പറ്റി പഠിച്ചിരിക്കണം. രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ നീണ്ട 13-14 മണിക്കൂർ അന്നപാനീയങ്ങൾ വർജിച്ചുകൊണ്ട് ഉപവാസം നടത്തി എന്നതുകൊണ്ട് ഒരാള് നോമ്പ് നോറ്റിന്ന് വരില്ല. നോമ്പ് എന്താണ്? അത് അല്ലാഹു തആലക്ക് തൃപ്തിപ്പെടുത്ത ഇബാദത്തായി തീരാൻ 24 മണിക്കൂറോ അതിൽ കൂടുതലോ ഉപവസിച്ചത് കൊണ്ട് കാര്യമല്ല. അത് നോമ്പായി തീരാൻ ആവശ്യമായിരിക്കുന്ന ഷർത്തുകളും ഫർളുകളും ആ ഇബാദത്തിനെ കുറിച്ച് പഠിച്ചിരിക്കണം. അവിടെയാണ് നോമ്പ് റമദാനെ കുറിച്ചുള്ള മുന്നൊരുക്കത്തിന്റെ പ്രസക്തി. കണ്ടമാനം അന്നപാനീയങ്ങളൊക്കെ വർജിച്ച് തൻ്റെ വികാരങ്ങളൊക്കെ മാറ്റിവെച്ച് 12 അതിൽ കൂടുതലോ മണിക്കൂർ ത്യാഗം ചെയ്ത് കൊട്ടിരി കിടന്നു എന്നതുകൊണ്ട് ഒരാൾ പോലും നോമ്പ് നോറ്റിന്ന് വരില്ല. അതിനാവശ്യമായിരിക്കുന്ന അറിവുകൾ പഠിച്ചിരിക്കണം. പഴയകാലത്ത് അതിനാവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി മതവിജ്ഞാന സദസ്സുകളും വേദികളും സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. ആ സംഘടിപ്പിക്കപ്പെടുന്ന സദസ്സുകളിൽ സ്ത്രീകളും പുരുഷന്മാരും പങ്കെടുത്തിരുന്നു. അവരത് കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇന്നങ്ങനെയല്ല. ഇന്ന് ആളുകൾ അതിനൊന്നും തയ്യാറല്ല, പഠിക്കാൻ തയ്യാറല്ല, കേൾക്കാൻ തയ്യാറല്ല.
ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട പണ്ഡിതന്മാരോ മഹല്ല് കമ്മിറ്റി ഭാരവാഹികളോ സംഘടനാ നേതൃത്വമോ ഇത്തരം നന്മ കൊണ്ട് കൽപ്പിക്കുക, തിന്മയെ തൊട്ട് തടയുക എന്ന ഉദ്ദേശത്തോടു കൂടി അതത് സന്ദർഭത്തിൽ ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് ഒരു പൊതു മജ്‌ലിസ് വിജ്ഞാന സദസ്സ് സംഘടിപ്പിക്കപ്പെട്ടാൽ വളരെ അവജ്ഞയോടുകൂടിയും അനാദരവോടുകൂടിയും അതിനോട് സമീപിക്കുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. ഈ പാറക്കാവിനെ സംബന്ധിച്ചിടത്തോളം നല്ല ആയിരക്കണക്കിന് സ്ത്രീകൾ പങ്കെടുക്കുന്ന മതവിജ്ഞാന സദസ്സുകൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാ മദ്രസയിലും ആവശ്യമായിരിക്കുന്ന മതവിജ്ഞാന വേദികൾ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ചെനക്കൽ നമ്മൾ സുന്നി മദ്രസയിൽ ഇഷ്ടംപോലെ വിജ്ഞാന സദസ്സുകൾ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതിലൊക്കെ ആയിരക്കണക്കിന് സ്ത്രീകൾ സദാ പങ്കെടുത്തിരുന്നു എന്ന് മനസ്സിലായിട്ടുണ്ട്. ആ സ്ഥാനത്ത് ഇന്ന് അത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നില്ല. സംഘടിപ്പിക്കപ്പെട്ടാൽ തന്നെ ഒരൊറ്റ ഉമ്മയ്ക്കോ ഉപ്പയ്ക്കോ സഹോദരന്മാർക്കോ സഹോദരിമാർക്കോ അത് കേൾക്കാനോ ഉൾക്കൊള്ളാനോ സാധിക്കുന്നില്ല. ഇത് ഈ സമുദായത്തിന് ഈ ദീനിന്റെ നാശമാണ്. പൂർവകാല സമുദായങ്ങളിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചിരുന്നത് കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിയത ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ, നന്മയെ കൊണ്ട് കൽപ്പിക്കുകയും തിന്മയെ തൊട്ട് തടയുകയും ചെയ്യുന്ന നല്ലൊരു വിങ് നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അതേ സമയത്ത് പൂർവകാല സമുദായങ്ങളിൽപ്പെട്ട ജൂതന്മാരും ക്രിസ്ത്യാനികളും മറ്റുള്ള പ്രവാചകന്മാരെ ഉമ്മത്തുകൾക്ക് നശിച്ചു പോയത് അവർക്കിടയിൽ നടമാടിക്കൊണ്ട് തിന്മയെ തൊട്ട് വിരോധിക്കുവാനോ അവർ നശിച്ചുകൊണ്ടിരിക്കുന്ന നന്മയെക്കുറിച്ച് പിന്നീട് ബോധവൽക്കരിക്കുവാനോ അത്തരം കാര്യങ്ങളെ ശ്രദ്ധിക്കുവാനോ ആ സമുദായത്തിൽ ആളുണ്ടായിരുന്നില്ല. നല്ലത് പറഞ്ഞു കൊടുക്കാൻ ആളുണ്ടായിരുന്നില്ല. തിന്മയെ തൊട്ട് തടയാൻ ആളുണ്ടായിരുന്നില്ല. അവർ ചെയ്ത കാര്യം വളരെ മോശം. ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നാവിലൂടെ, ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ നാവിലൂടെ ബനൂ ഇസ്രായേൽ മൊത്തം ശപിക്കപ്പെടാനും അള്ളാഹുവിന്റെ ശാപത്തിന് അവർ അർഹരായി തീരാനുള്ള കാരണം അതാണ്. ഇത് പറയാനോ കേൾക്കുവാനോ സമുദായത്തിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല. അങ്ങോട്ടാണ് ഈ ഉമ്മത്തിന്റെ പോക്ക്, അങ്ങോട്ടാണ് ഈ ഉമ്മത്ത് ഇന്ന് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, ഉപ്പമാരോട്, സഹോദരങ്ങളോട്, സഹോദരിമാരോട്, ഈ ആയിരക്കണക്കിന് അലുമിനി മീറ്റ്, ആയിരക്കണക്കിന് പൂർവ്വ വിദ്യാർത്ഥികളോട്, OSSFന്റെ പ്രവർത്തകരോട്, എന്തു വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാൻ സന്നദ്ധരാണെന്ന് തയ്യാറായിക്കൊണ്ട് മുസ്ലിം യുവാക്കളോട്, ജീവൻ വേണോ ജീവനിത, രക്തം വേണോ രക്തമിത എന്ന ആവേശത്തോടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മുത്തുനബിക്ക് സമർപ്പിക്കാൻ തയ്യാറായിരിക്കുന്ന മുസ്ലിം യുവാക്കളോട് ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾ നന്മ കൊണ്ട് കൽപ്പിക്കുന്നവരും തിന്മയെ തൊട്ട് തടയുന്നവരും ഇത്തരം പരിപാടികൾ സജീവമായിട്ട് പങ്കെടുക്കുന്നവരും ആയിത്തീരണം. വെള്ളിയാഴ്ച പള്ളികളിൽ ഖതീബുമാർ ഉത്തരവാദിത്വത്തോടുകൂടി പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞാൽ ഏത് ഭാഗത്തു നിന്നാണത് കേൾക്കുന്നത് എന്ന് പോലും ശ്രദ്ധിക്കാതെ എഴുന്നേറ്റ് പോരുന്ന സഹോദരന്മാർ ഒരു വിഭാഗമാണ് നമ്മുടെ നാടുകളിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ കാരണവന്മാർക്ക് വ്യത്യാസങ്ങളില്ല, പ്രായമുള്ളവർക്ക് വ്യത്യാസങ്ങളില്ല, യുവാക്കൾക്ക് വ്യത്യാസങ്ങളില്ല. എല്ലാവരും ആ കാര്യത്തിൽ ഒരൊറ്റക്കെട്ടാണ്. ജുമുഅ കഴിഞ്ഞാൽ ഉടനെ ഇറങ്ങിപ്പോവുക. ഇതുകൊണ്ട് ഈ സമുദായം നശിക്കുന്നുണ്ട്. സമുദായത്തിന് ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട അറിവാണ് ഇല്ലാതെയാകുന്നത്. അതേസമയത്ത് നമ്മുടെ മഹല്ലുകൾ എടുത്ത് പരിശോധിച്ചാൽ, ഈ മഹല്ലും തൊട്ടടുത്ത മഹല്ലുമൊക്കെ എടുത്ത് പരിശോധിച്ചാൽ, ഓരോ ആഴ്ചയിലും 8-10 സഹോദരിമാരും സഹോദരന്മാരും ഉംറയ്ക്ക് പോകുന്നുണ്ട്, ഹജ്ജിന് പോകാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, സിയാറത്തിന് പോകുന്നവരുണ്ട്, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സന്നദ്ധരായി നിൽക്കുന്നവരുണ്ട്. പക്ഷേ ഏതാണ് സൽക്കർമ്മം, ഏതാണ് ഹജ്ജ്, ഏതാണ് ഉംറ, ഏതാണ് പടച്ച റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്ന പ്രവർത്തനം എന്ന് അറിയാൻ സമൂഹം തയ്യാറല്ല. അന്ന് ആരും അറിയുന്നില്ല. ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാശ് ചെലവാക്കാൻ ആളുകൾക്ക് മടിയില്ല. പക്ഷേ നല്ല ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് കേൾക്കാൻ തയ്യാറല്ല എന്ന് മാത്രം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, വിശുദ്ധ റമദാൻ വരുമ്പോൾ മനുഷ്യനൊരു പ്രത്യേകമായിട്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി അള്ളാഹുവിലേക്ക് അടുക്കാനുള്ളൊരു കാര്യമാണ്, അടുക്കാനുള്ളൊരവസരമാണ്. മനുഷ്യൻ അവൻ്റെ സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട്
അവൻ്റെ ശരീരത്തിൻ്റെ ഇച്ഛക്ക് വഴിപ്പെട്ടുകൊണ്ട് പിശാചിൻ്റെ പ്രേരണയ്ക്ക് വശംവദരായി മനുഷ്യൻ തിന്മകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം നമുക്ക് നൽകിയിട്ടുണ്ട്, ആ നൽകിയതിനെ കുറിച്ച് മുഴുവനും അല്ലാഹു നമ്മോട് ചോദിക്കും. ഇത് നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ അണ്ടകടാഹങ്ങൾ മുഴുവനും സൃഷ്ടിച്ച് പരിരക്ഷിക്കുന്ന സർവാധിനാഥനായ അല്ലാഹു ഒന്നിനെയും വെറുതെ പടച്ചിട്ടില്ല, ഒന്നിനെയും വെറുതെ പടച്ചിട്ടില്ല. നിങ്ങൾക്കറിയില്ലേ, എല്ലാ വറാത്ത് രാവിലും നമ്മൾ മഗ്‌രിബ് നിസ്കാരാനന്തരം 3 യാസീൻ ഓതി പിന്നെ ഒരു സൂറത്തു ദുഖാൻ, എല്ലാ രാത്രിയിലും സൂറത്തു ദുഖാൻ ഓതൽ പ്രത്യേകം സുന്നത്താണ്. ആ സൂറത്തു ദുഖാനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, വമാ ഖലഖ്നസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ലഅബീൻ വമാ ഖലഖ്നാഹുമാ ഇല്ലാ ബിൽ ഹഖ് വലാകിന്ന അക്സറഹും ലാ യഅഖിലൂൻ. ബുദ്ധിയുള്ളവരോട്, സയൻസ് പഠിക്കുന്നവരോട്, ബയോളജി പഠിക്കുന്നവരോട്, ഗോളശാസ്ത്രം പഠിക്കുന്നവരോട്, ഐൻസ്റ്റീനോട്, ഖലീലിയോട് ലോകത്ത് എന്തെല്ലാം പഠിച്ചു, എന്തെല്ലാം കണ്ടുപിടിച്ചു, എന്തെല്ലാം കണ്ടുപഠിച്ചു, എന്തിനെ കുറിച്ചെല്ലാം ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ എല്ലാ ശാസ്ത്രജ്ഞരോടും ബുദ്ധിജീവികളോടും അല്ലാഹു തആല പറയുന്നുണ്ട്, മോനേ, എന്തെല്ലാം കണ്ടുകൊണ്ടാ നീ അത്ഭുതപ്പെടുന്നത്? ഈ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളിൽ നിന്ന് എന്തെല്ലാം കണ്ടുകൊണ്ട് നീ അത്ഭുതപ്പെടുന്നുണ്ട്? 10-20-40 കൊല്ലം മുൻപ് JCB കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടവനാണ് ഞാൻ. 10-20-24 ടയറുള്ള വലിയ ലാറികളിൽ ഇത്തരം ആയുധങ്ങൾ അടങ്ങുന്ന, ഇത്തരം മെഷീനുകൾ ഉൾക്കൊള്ളുന്ന യന്ത്രങ്ങൾ വന്നപ്പോൾ അത്ഭുതത്തോടുകൂടി പോയി നോക്കി. അത്ഭുതം പറഞ്ഞവരാണ് ഞാനും നിങ്ങളും. സുബ്ഹാനല്ലാഹ്. ഞാൻ ഓർക്കുന്നു, 4-5 ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വേലായുധൻ എന്ന് പറയുന്ന ഒരു സാറ് മേശപ്പേൽ ഇരുന്നു കൊണ്ട് ക്ലാസ് എടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്. അല്ലാ, കണക്കിന്റെ മാഷ, ഇനി കണക്കൊന്നും പഠിക്കേണ്ടി വരില്ല. അന്നയാൾ അവതരിപ്പിച്ചത് ഇതാ കാൽക്കുലേറ്റർ എന്ന് പറയുന്ന ഒരു സംവിധാനം വരുന്നുണ്ട്. ഹരിക്കാനും ഗുണിക്കാനും കിഴിക്കാനും എത്ര പെട്ടെന്ന് നിഷ്പ്രയാസം സാധിക്കും, അങ്ങനത്തെ ഒരു യന്ത്രം വരുന്നുണ്ട്. പിന്നീട് ആ സാറ് പറഞ്ഞത് ഓർമ്മയുണ്ട്, അതേ റേഡിയോ നമുക്കന്ന് അത്ഭുതമാണ്. റേഡിയോ അത്ഭുതമായി കണ്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് സാറ് പറഞ്ഞത് ഓർക്കുകയാണ്. ഇനി കൃത്യമായിട്ട് വാർത്തകൾ വായിക്കുന്ന ആളെ നമുക്ക് കാണാൻ പറ്റും, ഓരോ സംഭവങ്ങളും കാണാൻ പറ്റും. ഇങ്ങനെ എത്ര അത്ഭുതങ്ങൾ. അതിനുശേഷമല്ലേ മൊബൈൽ വന്നത്, അതിനു ശേഷമല്ലേ ഡിജിറ്റൽ സംവിധാനങ്ങളൊക്കെയും വന്നത്. ഇതെല്ലാം വന്ന് അത്ഭുതപ്പെടുത്തി നമ്മൾ കണ്ടത്ഭുതപ്പെട്ടവരാണ്. ഇതിനെല്ലാം ആവശ്യമായിരിക്കുന്ന മെറ്റീരിയൽസുകൾ, കണ്ടന്റുകൾ ഈ പ്രപഞ്ചത്തിൽ സർവാധിനാഥനായ റബ്ബ് സൃഷ്ടിച്ചതാണ്, ഒരു മനുഷ്യനും അതേ ഘടിപ്പിച്ചതല്ലല്ലോ. എന്നാൽ അല്ലാഹ് പറയുന്നു, മോനെ, ഈ ഖുർആനിൽ വമാ ഖലഖ്നസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ലഅബീൻ. ഈ വിശാലമായ ആകാശത്തിന് താഴ്ഭാഗത്തിൽ നിൽക്കുന്ന ഈ പച്ചപ്പരവതാനി പോലെ പരന്നു കിടക്കുന്ന ഭൂമി, ഈ പച്ചപ്പരവതാനി പോലെ പരന്നു കിടക്കുന്ന ഭൂമികൾ കാണികളായി സൃഷ്ടിക്കപ്പെട്ട പർവ്വതം, ഈ പർവ്വതങ്ങൾക്കപ്പുറമുള്ള വലിയ വലിയ സമുദ്രങ്ങൾ, തിരമാലകൾ അടിച്ചുകൊണ്ടിരിക്കുന്ന സദാസമയം ലാ ഇലാഹ ഇല്ലല്ലാഹ്
എന്ന് കെലിമയ്ക്ക് സമാനമായിട്ട് ആരവങ്ങൾ മുഴക്കിക്കൊണ്ടിരിക്കുന്ന ഈ തിരമാലകൾ, ആ തിരമാലകൾ അതിജീവിച്ച് ഉളിയിട്ട് കൊണ്ട് നടക്കുന്ന മത്സ്യങ്ങൾ, കോടാനുകോടി ജീവികൾ, അത്ഭുതപ്പെടുന്ന മത്സ്യങ്ങൾ, ഏതെല്ലാം കളറുകളിൽ, ഏതെല്ലാം രൂപങ്ങളിൽ, ഏതെല്ലാം ഭംഗിയുള്ളത്. അതിനുശേഷം ഈ കാണുന്ന പർവ്വതങ്ങളും പാഴ്ക്കാടുകളും, ഈ കാടുകളിൽ എണ്ണിയാൽ തീരാത്ത ജീവികൾ, സൂക്ഷ്മജീവികൾ മുതൽക്ക് ആന മുതൽക്ക് കാട്ടാന വരെയുള്ള ജീവികൾ, ചെറിയ ചെറിയ ഉറുമ്പുകൾ, ഇതെല്ലാം മോനെ വെറുതെ പടച്ചതല്ല. ഇതൊന്നും ലാഇബീൻ കളിച്ചുകൊണ്ട് പടച്ചതല്ല. ചെറിയ കുട്ടികൾ പഴയ കാലത്ത് മണ്ണ് കൊണ്ട് പിട്ട് ചുട്ട് കളിക്കുന്നത് പോലെ വെറുതെ അങ്ങ് പടച്ചതല്ല. ഈ പടച്ചവന് പടച്ചതിന്റെ പിന്നിൽ ലക്ഷ്യങ്ങളുണ്ട്. വമാ ഖലഖ്നാഹുമാ ഇല്ലാ ബിൽ ഹഖ്. ഓരോന്നും പടച്ചതിന്റെ പിന്നിൽ പടച്ച റബ്ബിന് ലക്ഷ്യമുണ്ട്. പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ നിതംബം വരെ തൂങ്ങി നിൽക്കുന്ന നിന്റെ സുന്ദരമായ മുടികളെ പടച്ചതിൽ റബ്ബിന് ലക്ഷ്യങ്ങളുണ്ട്. സുന്ദരമായിരിക്കുന്ന നിന്റെ ചർമ്മം പടച്ചതിൽ റബ്ബിന് ലക്ഷ്യങ്ങളുണ്ട്. ആകർഷണീയമായ കണ്ണുകൾ പടച്ചതിൽ റബ്ബിന് ലക്ഷ്യങ്ങളുണ്ട്. ആ കണ്ണിന്റെ മീതെ ചന്തം നൽകുന്ന പുരികം സൃഷ്ടിച്ചതിൽ റബ്ബിന് ലക്ഷ്യങ്ങളുണ്ട്. നിന്റെ കൺപോളയുടെ താഴ്ഭാഗത്തിൽ കൂടി കൊണ്ടിരിക്കുന്ന കണ്ണുനീർ പടച്ചതിൽ പടച്ച റബ്ബിന് ലക്ഷ്യങ്ങളുണ്ട്. നിന്റെ വായിൽ പടച്ചിരിക്കുന്ന നാവിന് റബ്ബിന് ലക്ഷ്യങ്ങളുണ്ട്. ആ നാവിൽ എപ്പോഴും വായിൽ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഉമിനീരിനെ സൃഷ്ടിച്ചതിൽ റബ്ബിന് ലക്ഷ്യങ്ങളുണ്ട്. 24 മണിക്കൂറും ഇടിച്ചുകൊണ്ടിരിക്കുന്ന ഹാർട്ടിനെ സൃഷ്ടിച്ചതിൽ പടച്ച റബ്ബിന് ലക്ഷ്യങ്ങളുണ്ട്. ഈ മൃദുലമായ തൊലിയെ നിനക്ക് തന്നതിൽ റബ്ബിന് ലക്ഷ്യങ്ങളുണ്ട്. ഈ സുന്ദരമായ ശരീരത്തെ സൃഷ്ടിച്ചതിൽ റബ്ബിന് ലക്ഷ്യങ്ങളുണ്ട്. എത്ര ഭക്ഷണം വെട്ടി വിഴുങ്ങിയാലും ദഹിപ്പിക്കാൻ ആവശ്യമായ വസ്തുക്കളെ നിന്റെ വയറ്റിന്റെ ഉള്ളിൽ സൃഷ്ടിച്ച റബ്ബിന് ലക്ഷ്യങ്ങളുണ്ട്. നിന്റെ പോഷകങ്ങൾക്കും അതുപോലെ തന്നെ പ്രോട്ടീനുകളും മറ്റ് എല്ലാം നിന്റെ ശരീരത്തിന് ആവശ്യമായത് അതത് വസ്തുക്കളിലേക്ക് എത്തിക്കുന്ന അതത് പാർട്സുകളിലേക്ക്, ഞരമ്പുകളിലേക്ക്, എല്ലുകളിലേക്ക്, രക്തങ്ങളിലേക്ക്, മജ്ജയിലേക്ക്, കേൾവി ശക്തിയിലേക്ക്, കാഴ്ച ശക്തിയിലേക്ക് അല്ലാഹു തആല എത്തിക്കുന്നതിൽ പടച്ച റബ്ബിന് ലക്ഷ്യങ്ങളുണ്ട്. ഒന്നും വെറുതെ പടച്ചതല്ല. ഈ മുഴച്ചു നിൽക്കുന്ന ശരീരം വെറുതെ പടച്ചതല്ല. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ മസിൽ പവർ നിനക്ക് വെറുതെ തന്നതല്ല. നിന്റെ കണ്ണിന് കാഴ്ച വെറുതെ തന്നതല്ല. ആരോഗ്യം വെറുതെ തന്നതല്ല. നിനക്ക് മക്കളെ വെറുതെ തന്നതല്ല. നിനക്ക് ഭാര്യ വെറുതെ തന്നതല്ല. നിനക്ക് ഭർത്താവിനെ വെറുതെ തന്നതല്ല. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നിനക്ക് വെറുതെ തന്നതല്ല. ഇതെല്ലാം തന്ന റബ്ബിന് നിനക്ക് ലക്ഷ്യങ്ങളുണ്ട്. നിനക്ക് സമ്പത്ത് തന്നതിൽ റബ്ബിന് ലക്ഷ്യങ്ങളുണ്ട്. നിനക്ക് സൗകര്യം തന്നതിൽ റബ്ബിന് ലക്ഷ്യങ്ങളുണ്ട്. ആയിരക്കണക്കിന് ആളുകളെ പട്ടിണിയും പായാരവുമായി പടച്ച റബ്ബ് സൃഷ്ടിക്കുമ്പോൾ ഇഷ്ടം പോലെ സമ്പത്ത് തന്ന് അല്ലാഹു തആല അനുഗ്രഹിച്ചവരില്ലയോ? ആയിരക്കണക്കിന് ആളുകൾക്ക് 2 കണ്ണിന് കാഴ്ച കൊടുത്ത് സൃഷ്ടിച്ചപ്പോൾ 1000-ൽ ഒരുത്തന് കണ്ണിന് കാഴ്ചയില്ലാതെ റബ്ബ് സൃഷ്ടിച്ചിട്ടില്ലേ? അവനെ അല്ലാഹുവിന് കണ്ണിന് കാഴ്ച കൊടുക്കാൻ റബ്ബിന് അറിയാത്തത് കൊണ്ടോ, റബ്ബിന് കഴിയാത്തത് കൊണ്ടോ, അവനോട് പ്രത്യേകം വിരോധമുള്ളത് കൊണ്ടോ, അവനോട് പ്രത്യേകം അസൂയ ഉള്ളത് കൊണ്ടോ, അവനോട് പ്രത്യേകം വെറുപ്പുള്ളത് കൊണ്ടോ അല്ലല്ലോ. ആയിരക്കണക്കിന് ആളുകൾക്ക് 2 കൈകൾ പൊക്കാൻ പടച്ച റബ്ബ് ശക്തി കൊടുത്തപ്പോൾ 1000-ൽ ഒരുത്തന് കൈകൾ പൊക്കാൻ ശക്തി കൊടുക്കാതെ, ഉയർത്തിപ്പിടിക്കാൻ കൈകൾ ശക്തി കൊടുക്കാതെ അവന്റെ കൈ തൂക്കിയിട്ട് കൊണ്ട് പടച്ചവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവന് കൂടി കൈക്ക് ശക്തി കൊടുക്കാൻ റബ്ബിന് പറ്റാത്തത് കൊണ്ടോ, റബ്ബിന് അറിയാത്തത് കൊണ്ടോ, റബ്ബിന് കഴിയാത്തത് കൊണ്ടോ ആണോ? എത്ര ആളുകൾക്ക് മക്കളെ കൊടുക്കുമ്പോ അതേ
8ഉം 10ഉം 20ഉം 30ഉം 50ഉം കൊല്ലം കഴിഞ്ഞിട്ട് ഒരു പിഞ്ചോമന കുഞ്ഞിന്റെ കുഞ്ഞിക്കാല് കാണാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് കഷ്ടപ്പെടുന്ന എത്രയെത്ര ആളുകളുണ്ട്. ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. കറുകറുത്ത മക്കളെ അല്ലാഹു സൃഷ്ടിക്കുന്നു, വെളുവെളുത്ത മക്കളെ അല്ലാഹു സൃഷ്ടിക്കുന്നു. മുഖത്തല്ലാഹു തല ചില കലകൾ കൊടുക്കുന്നു, തടിച്ച ചുണ്ടുകൾ കൊടുക്കുന്നു. ചിലർ തത്തമ്മ ചുണ്ട് പോലെ ആകർഷണീയമായ ചുണ്ടുകൾ കൊടുക്കുന്നു. മറ്റു ചിലർക്ക് നല്ല സൗന്ദര്യമുള്ള തൊലികൾ കൊടുക്കുന്നു. തീരെ സൗന്ദര്യമില്ലാതെ പടക്കുന്നു. ഇതൊന്നും വെറുതെയല്ല, ലക്ഷ്യങ്ങളുണ്ട്, റബ്ബിന് ചോദിക്കാനുണ്ട്. വമാ ഖലഖനാഹുമാ ഇല്ലാ ബിൽ ഹഖ് വലകിന്ന അക്തറഹും ലാ യഖിലൂൻ. അധികം ആളുകൾക്കും അതിനെപ്പറ്റിയൊന്നും ചിന്തയില്ല. എനിക്ക് തന്ന ബുദ്ധി എന്തിനാണെന്ന് ചിന്തിക്കുന്നില്ല, എനിക്ക് ആരോഗ്യം തന്നത് എന്തിനാണെന്ന് ചിന്തിക്കുന്നില്ല, എനിക്ക് ഒഴിവ് സമയം തന്നത് എന്തിനാണെന്ന് ചിന്തിക്കുന്നില്ല, എനിക്ക് കാഴ്ച ശക്തി തന്നത് എന്തിനാണെന്ന് ചിന്തിക്കുന്നില്ല, എനിക്ക് സംസാരശേഷി തന്നത് എന്തിനാണെന്ന് ചിന്തിക്കുന്നില്ല, എനിക്ക് കേൾവി ശക്തി തന്നത് എന്തിനാണെന്ന് ചിന്തിക്കുന്നില്ല, എനിക്ക് ബുദ്ധി തന്നത് എന്തിനാണെന്ന് ചിന്തിക്കുന്നില്ല, എനിക്ക് സമ്പത്ത് തന്നത് എന്തിനാണെന്ന് ചിന്തിക്കുന്നില്ല, എനിക്ക് സ്വാധീനം തന്നത് എന്തിനാണെന്ന് ചിന്തിക്കുന്നില്ല, എനിക്ക് മക്കൾ എന്തിനാ തന്നതെന്ന് ചിന്തിക്കുന്നില്ല, എനിക്ക് എന്തെല്ലാം തന്നത് എന്തിനാണെന്ന് ചിന്തിക്കുന്നില്ല, വാചാലമായിരിക്കുന്ന നാവിനെ തന്നത് എന്തിന് എന്ന് ചിന്തിക്കുന്നില്ല, മുട്ടിപ്പവർ എനിക്ക് തന്നത് എന്തിനാണെന്ന് ചിന്തിക്കുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, ഇന്ന യൗമൽ ഫസ്ലി മീഖാതുഹും അജ്മഈൻ യൗമ ലാ യുഗ്നി മൗലൻ അൻ മൗലൻ ശൈആ. ഇതിനെ കുറിച്ചൊക്കെ വ്യക്തമായിരിക്കുന്ന ധാരണ വ്യക്തമായ നിലയ്ക്ക് ചോദിച്ചിട്ട്, വ്യക്തമായ നിലയ്ക്ക് വിചാരണ ചെയ്തിട്ട്, വ്യക്തമായി പടച്ച റബ്ബ് തീർപ്പ് കൽപ്പിക്കുന്ന ഒരു ദിവസമുണ്ടേ. അന്ന് റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ ആവശ്യമായ കാര്യങ്ങൾ ഇന്ന് ചെയ്യുന്നതിന്റെ പേരാണ് ഇബാദ. റബ്ബിനെ തൃപ്തിപ്പെടാൻ, റബ്ബിനെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ, കണ്ണ് തന്ന കാഴ്ച തന്ന റബ്ബിനെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ, ആരോഗ്യം തന്ന റബ്ബിനെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ, സമ്പത്ത് തന്ന റബ്ബിനെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ, ബുദ്ധി തന്ന റബ്ബിനെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ, എല്ലാം നൽകിയ റബ്ബിനെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ എന്തു ചെയ്യണമെന്ന് ചിന്തിക്കണം. എന്താണ് ചെയ്യേണ്ടത്? അതിന് പേരാണ് മോനെ ഇബാദ. അല്ലാ അല്ലാ ഫലൈതക തഹ്ലു വൽ ഹയാതു മരീറത്തുൻ ഫയാ ലൈത മാ ബൈനി വബൈനാസ് ഗിലാബു. എല്ലാവർക്കും ഇടയിലുള്ള നമ്മുടെ ബന്ധം എത്ര കൈപ്പുള്ളതാണെങ്കിലെന്ത്, ജീവിതം എത്ര കൈപ്പുള്ളതാണെങ്കിലെന്ത്, എത്ര പ്രയാസമുള്ളതാണെങ്കിലെന്ത്, എത്ര വേദനയുള്ളതാണെന്തെങ്കിലെന്ത്, എത്ര കഷ്ടപ്പാടുള്ള ജീവിതമാണെങ്കിലെന്ത്, ഫലൈതക തഹ്ലു വൽ ഹയാതു മരീറത്തുൻ. എത്ര കൈപ്പുണ്ടായാലെന്താ, അള്ളാഹുവിനെ ഒന്ന് തൃപ്തിപ്പെടുത്തിയെങ്കിൽ, അള്ളാഹുമായിട്ടുള്ള ബന്ധമൊന്ന് മധുരമായെങ്കിൽ, ഇമാമുന ശാഫിഈ നമ്മുടെ ഇമാമല്ലേ, അവിടുന്ന് പറഞ്ഞതല്ലേ, മുഴുവൻ ആളുകളെയും തൃപ്തിപ്പെടുത്താനോ, എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിൽ ജീവിക്കാനോ, എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിൽ പറയാനോ, എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിൽ ചെയ്യാനോ നിനക്ക് കഴിയൂല. ഫാസിലിമാ ബൈനക വബൈനല്ലാഹ്. നിന്നെ സൃഷ്ടിച്ച, നിനക്ക് ആരോഗ്യം തന്ന, നിന്റെ അനുഗ്രഹങ്ങൾ മുഴുവനും സൃഷ്ടിച്ച റബ്ബുമായിട്ടുള്ള ബന്ധമൊന്ന് നന്നാക്കിക്കോ. അതേ കഴിയുകയുള്ളൂ, അതേ സാധ്യമാവുകയുള്ളൂ.
ഒരു മഹല്ലത്തിലുള്ള, ഒരു കുടുംബത്തിലുള്ള, ഒരു നാട്ടിലുള്ള സർവസ്നേഹിതന്മാരെയും സഹോദരങ്ങളെയും സ്ത്രീകളെയും കുടുംബങ്ങളെയും വീട്ടുകാരെയും സർവരെയും തൃപ്തിപ്പെടുത്താൻ നിനക്ക് കഴിയൂല. പക്ഷേ പടച്ച റബ്ബ്, ആ റബ്ബിനെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ, അവനെ ഒന്ന് ഇഷ്ടപ്പെടുത്താൻ, അവന്റെ പ്രീതി കിട്ടിയിട്ടൊന്ന് മരിക്കാൻ, ഒന്ന് കണ്ണടയ്ക്കാൻ നിനക്ക് കഴിയുമോ? അതല്ലേ ചിന്തിക്കേണ്ടത്, അതിനല്ലേ ശ്രമിക്കേണ്ടത്, അതിനല്ലേ ചെലവഴിക്കേണ്ടത്, അതിനല്ലേ പ്രവർത്തിക്കേണ്ടത്, അതിനല്ലേ ഒച്ച വയ്ക്കേണ്ടത്, അതിനല്ലേ ആരോഗ്യം ചെലവഴിക്കേണ്ടത്, അതിനല്ലേ സമ്പത്ത് ചെലവഴിക്കേണ്ടത്. മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ പറ്റിയ കാര്യങ്ങൾ ചെയ്യണം. അതിൻ്റെ പേരാണ് ഇബാദത്ത്. അതിനാദ്യം അത് പഠിക്കണം. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഏതാണ് എന്ന് പഠിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്നതും പ്രതിഫലം നൽകുന്നതും യഥാർത്ഥത്തിൽ നമ്മൾ വിചാരിച്ച മാതിരിയല്ല. ഓരോരുത്തരും അനുഭവിക്കുന്ന ത്യാഗമനുസരിച്ചല്ല അള്ളാഹ് ഇബാദത്തിന് കൂലി കൊടുക്കുന്നത്. അധ്വാനത്തിനനുസരിച്ചല്ല അള്ളാഹ് കൂലി കൊടുക്കുന്നത്. ഏതാണ് ശ്രേഷ്ഠമായ അമല് എന്ന് അധ്വാനം കൊണ്ടല്ല തീരുമാനിക്കുന്നത്. ഏത് കാര്യങ്ങൾ ചെയ്താലാണ് പാപങ്ങൾ പൊറുക്കുന്നത് എന്ന് മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് കണ്ടെത്തിയിട്ട് മനുഷ്യൻ വിചാരിച്ചത് കൊണ്ടല്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നതും അള്ളാഹു തൃപ്തിപ്പെടുന്നതും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പാപങ്ങൾ പൊറുത്തു തരുന്നതും നമ്മളുടെ ത്യാഗവും നമ്മളുടെ നിയ്യത്തും നമ്മുടെ പ്രവർത്തനത്തിൻ്റെയും അളവ് അനുസരിച്ച് അല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അതാണ് ഫീലുൽ അബ്ദി ബിമാ യഫ്അലു ബിഹി റബ്ബുഹു, ഫീലുൽ അബ്ദി ബിമാ യർദാ ബിഹി റബ്ബുഹു. റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നതിൻ്റെ അർത്ഥം. ഇപ്പോൾ സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം, സുബ്ഹിയെ പോലെ തന്നെയാ സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം. എന്നല്ല, സുബ്ഹി നിസ്കാരത്തിൽ 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ഓരോ റക്അത്തിനും ഓരോ സൂറത്താണ്, ഫാത്തിഹ സൂറത്തിന് ശേഷം. അതേ സമയത്ത് സുബ്ഹിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിലോ 1 റക്അത്തിൽ തന്നെ 2 സൂറത്താണ്. ഒന്നാമത്തെ റക്അത്തിൽ അലം നശ്റഹ് എന്ന സൂറത്തും ഖുൽ യാ അയ്യുൽ കാഫിറൂന എന്ന സൂറത്തും, രണ്ടാമത്തെ റക്അത്തിൽ യഥാർത്ഥത്തിൽ അലം തറ എന്ന സൂറത്തും അതുപോലെ ഖുൽ ഹുവല്ലാഹു എന്ന സൂറത്തും. അപ്പോ 4 സൂറത്തുകളാണ് സുബ്ഹിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിൽ. സുബ്ഹിയിലോ 2. എന്നാൽ ഈ 2 റക്അത്ത് സുബ്ഹി നിസ്കാരത്തിന്റെ പ്രതിഫലം ഈ 2 റക്അത്ത് സുബ്ഹി നിസ്കാരത്തിന്റെ സുന്നത്തിനില്ല. ആ സുന്നത്തിനേക്കാൾ 70 ഇരട്ടി പ്രതിഫലമാണ് ഈ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിനുള്ളത്. 70 ഇരട്ടി. അതൊരു ഫർദും സുന്നത്തും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പൊ നമ്മുടെ ത്യാഗമനുസരിച്ചല്ല. 200 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ഒരാൾ ഹലാലായ യാത്രക്കാരനാണെങ്കിൽ 4 റക്അത്തുള്ള സുന്നത്ത്, 4 റക്അത്തുള്ള ദുഹർ നിസ്കാരം അവൻ 2 നിസ്കരിക്കേണ്ടത്. ആ 2 റക്അത്ത് നിസ്കരിക്കലാണ് അവന് ഉത്തമം. അതേ സമയത്ത് 4 റക്അത്തുള്ള ദുഹർ 4 നിസ്കരിക്കൽ അവന് ഉത്തമം അല്ല. ആ 4 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ അവന് 70 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്നത് 2 റക്അത്ത് ദുഹർ നിസ്കരിക്കുമ്പോഴാണ്. പോലെ മനസ്സിലാക്കണം.
ഇവിടുന്ന് കാസർഗോഡ് യാത്ര പോകുന്ന ഒരാൾ, അവൻ ളുഹർ നിസ്കാരം 4 റക്അത്ത് നിസ്കരിക്കലും അസർ നിസ്കാരം 4 റക്അത്ത് നിസ്കരിക്കലുമായിട്ട് 70 ഇരട്ടി കൂടുതൽ പ്രതിഫലം കിട്ടും. 2 നിസ്കരിച്ചാൽ, അസർ 2 നിസ്കരിച്ചാൽ. അവിടെ ത്യാഗത്തിനും അധ്വാനത്തിനുമാണ് കൂടുതൽ കൂലിയെങ്കിൽ 4 റക്അത്ത് നിസ്കരിക്കുമല്ലേ കൂടുതൽ കൂലി കിട്ടേണ്ടത്. അപ്പോൾ ഇബാദത്തിന് കൂലി കിട്ടുന്നത് ത്യാഗമനുസരിച്ചല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നിശ്ചയിച്ചതനുസരിച്ചാണ്. റമളാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മദീനയിലെത്തിയിട്ടാണല്ലോ റമളാൻ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്. ഹിജ്റയുടെ 2-ാം കൊല്ലത്തിലാണ്. 9 വർഷത്തെ റമളാനാണ് മുത്തുനബിക്ക് കിട്ടിയത്. 9 വർഷമേ മുത്തുനബി റമളാൻ നോമ്പ് അനുഷ്ഠിച്ചിട്ടുള്ളൂ. ഈ 9 വർഷത്തിൽ 8 വർഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 29 നോമ്പേ നോറ്റിട്ടുള്ളൂ. 30 തികഞ്ഞിട്ടില്ല. ഒരു കൊല്ലം മാത്രമാണ് 30 തികഞ്ഞത്. ഓ സഹോദരാ, നിസ്കാരം സൂര്യന്റെ ചലനവുമായിട്ടാ പടച്ച റബ്ബ് ബന്ധിപ്പിച്ചത്. അതേ സമയത്ത് നോമ്പിനെ അല്ലാഹു ബന്ധിപ്പിച്ചിരിക്കുന്നത് ചന്ദ്രന്റെ കടത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. മാസം കണ്ടാലാണല്ലോ നോമ്പ് നോൽക്കുക, മാസം കണ്ടാലാണല്ലോ പെരുന്നാൾ അനുഷ്ഠിക്കുന്നത്. എന്തേ? കൃത്യമായിട്ട് സൂര്യൻ അനുസരിച്ചാണ് നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നതെങ്കിൽ എല്ലാ ജൂൺ മാസത്തിലും നോമ്പ് നിർബന്ധമാവണം, അല്ലെങ്കിൽ എല്ലാ കുംഭമാസത്തിലും നോമ്പ് നിർബന്ധമാവണം. ഇതങ്ങനെയല്ല. രാവ് കൂടുതലുള്ള സമയങ്ങളുണ്ട്, പകല് കുറയുന്ന സമയങ്ങളുണ്ട്, ശക്തമായ ചൂടുള്ള സമയങ്ങളുണ്ട്, ശക്തമായ തണുപ്പുള്ള സമയങ്ങളുണ്ട്, കൂടുതൽ പകലുള്ള സമയങ്ങളുണ്ട്, കൂടുതൽ രാവുള്ള സമയങ്ങളുണ്ട്. അതേ 16ഉം 18ഉം മണിക്കൂറൊക്കെ നോമ്പ് നോൽക്കൽ നിർബന്ധമുള്ള സന്ദർഭങ്ങളുണ്ട്. അതേ സമയത്ത് 11 മണിക്കൂർ കൊണ്ട് നോമ്പ് തീരുന്ന സന്ദർഭങ്ങളുമുണ്ട്. എല്ലാ കാലഘട്ടത്തിലെയും എല്ലാ സ്ഥലത്ത് താമസിക്കുന്ന ജീവിക്കുന്ന ആളുകൾക്കും ഒരേപോലെ നോമ്പ് കൊണ്ടുള്ളതായ പ്രയാസങ്ങളും നോമ്പ് കൊണ്ടുള്ളതായ ഗുണങ്ങളും അനുഭവിച്ചറിയാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ ചന്ദ്രന്റെ കറക്കവുമായി ബന്ധപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് നോമ്പ് വരാറുണ്ട്, ശക്തമായ ചൂടുകാലത്ത് നോമ്പ് വരാറുണ്ട്, അതേ ശീതമുള്ള സമയത്ത് നോമ്പ് വരാറുണ്ട്, പകല് കൂടുതലുള്ള സമയത്ത് നോമ്പ് വരാറുണ്ട്, തിരാമാസം പോലെ പകല് വളരെ കുറഞ്ഞ സമയത്ത് നോമ്പ് വരാറുണ്ട്. 18ഉം 20ഉം 24ഉം ഒക്കെ മണിക്കൂർ പകലുള്ള എന്തിനേറെ പറയണം, ധ്രുവങ്ങളിലൊക്കെ 6 മാസം പകലാണ്, 6 മാസം രാത്രിയാണ്. അവിടെ താമസിക്കുന്ന ആളുകൾക്കും നോമ്പ് നിർബന്ധമുണ്ട്. ഇതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് ഈ രൂപത്തിൽ നിർബന്ധമാക്കിയത്. മാത്രമല്ല, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ശഅബാൻ അവസാനത്തെ ഒരു ദിവസം ഖതബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാനിൻ്റെ മുന്നൊരുക്കമായതിനാൽ ഇത് ഞാൻ പറയാതിരിക്കുന്ന വലിയ അബദ്ധമായി പോകുമെന്നതുകൊണ്ട് മാത്രം പറയുന്നു. ആവശ്യമായ പ്രഭാഷണം നടത്താൻ ഉസ്താദ് ഇവിടെ എത്തിയിട്ടുണ്ട്, നിങ്ങളോട് പ്രഭാഷണം നടത്തും. ഞാൻ ഇതുകൂടി പറഞ്ഞു നിർത്തുകയാണ്. അതേ സദറുൻ നുബുവത്ത് അഥവാ അല്ലാഹുവിൽ നിന്ന് വഴി കിട്ടിയത് അനുസരിച്ച് മാത്രം പറയുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ.
അല്ലമഹു ശദീദുൽ ഖുവാ ദൂ മിറത്തിൻ ഫസ്തവാ. അല്ലാഹുവിൽ നിന്ന് സന്ദേശം കിട്ടിയിട്ട് മാത്രം പറയുന്ന മുത്തുനബി അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്താൻ ആവശ്യമായ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പറയുന്നു, ഖദ് അളല്ലക്കും ശഹ്റുൻ അദീം, വളരെ മഹത്തായ മാസമാ നിങ്ങൾക്ക് സമാഗതമായിരിക്കുന്നത്. ആ മാസം ശഹ്റുൻ മുബാറക്കുൻ, വലിയ ബറക്കത്തുള്ള മാസമാ, ഗുണങ്ങൾ അധികരിച്ച മാസമാ. മാത്രമല്ല ആദ്യത്തെ 10 നാളുകളിൽ റഹ്മത്ത് അല്ലാഹു ചൊരിയുന്ന മാസമാ. മറ്റു മാസങ്ങളിൽ കൊടുക്കുന്നതിനേക്കാൾ 70 ഇരട്ടി കൂടുതൽ റഹ്മത്ത് ചൊരിയുന്ന മാസമാ. മറ്റു മാസങ്ങളിൽ അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കുന്നതിനേക്കാൾ ഇരട്ടിക്കിരട്ടി ഇരട്ടി ഇരട്ടി മഗ്ഫിറത്ത് കൊടുക്കുന്ന 10 ദിവസങ്ങളാണ്. അതേ നരകത്തിൽ നിന്ന് മോചനം നൽകുന്ന 10 ദിവസങ്ങളാണ്. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അല്ലാഹു തആലാന്റെ പ്രതിനിധിയായിട്ട് തങ്ങൾ പറയുകയാണ്, ജഅലല്ലാഹു സിയാമഹു ഫരീള, ആ മാസത്തിലെ നോമ്പല്ല നിർബന്ധമാക്കിയതാണ്. ആ മാസത്തിലെ നിസ്കാരം മുത്തുനബിയുടെ ഐച്ഛികമാണ്, സുന്നത്താണ്. മാത്രമല്ല ഫമൻ അദ്ദാ ഫീ ഫരീള, റമദാൻ മാസത്തിൽ ഒരു ഫരീളായ ഫർളായ കാര്യം നിർവഹിച്ചാൽ, ഒരു ഖളായ നിസ്കാരം ഖളാ വീട്ടിയാൽ, ഒരു ഖളായ സക്കാത്ത് കൊടുത്തു വീട്ടിയാൽ, എന്തെങ്കിലും ഒരു നിർബന്ധമായ കാര്യം ചെയ്യാത്തതുണ്ടെങ്കിൽ അത് റമദാൻ മാസത്തിൽ നിർവഹിച്ചാൽ കമൻ അദ്ദാ 70 ഫരീദത്തൻ ഫീമാ സിവാ, 70 ഫർള് നിർവഹിച്ച പ്രതിഫലമാ ഒരുത്തന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഖളായി പോയ നിസ്കാരം റമദാൻ മാസത്തിലാണ് ഖളാ വീട്ടുന്നതെങ്കിൽ ഏത് സമയത്തും നിസ്കാരം ഖളാ വീട്ടേണ്ടതാണ്. നിസ്കാരം ഖളാ ഉള്ള മനുഷ്യൻ നിസ്കാരം ഖളാ വീട്ടുന്നതിനേക്കാൾ പുണ്യമായ മറ്റൊന്ന് ചെയ്യാനില്ല. അവൻ വെറുതെ ഇരിക്കൽ ഹറാമാണ്, അവൻ സംസാരിക്കൽ ഹറാമാണ്, അവൻ മറ്റു സുന്നത്തുകൾ ചെയ്യൽ ഹറാമാണ്. അവൻ നിർബന്ധമായ നിസ്കാരം ഖളാ വീട്ടുകയാണ് വേണ്ടത്. അവൻ ആവശ്യമായ ശരീരത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഉറക്ക്, ശരീരത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഭക്ഷണങ്ങൾ, അതുപോലെ ജീവിതത്തിൽ നിർബന്ധമായ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങൾ, അത് നിർവഹിക്കാൻ ആവശ്യമായ സമയമല്ലാത്ത മുഴുവൻ സമയവും അവൻ നിസ്കരിക്കാൻ ഖളാ വീട്ടാൻ വേണ്ടി ശ്രമിച്ചിരിക്കണം. അങ്ങനെ ഒരു നിസ്കാരം ഖളാ വീട്ടിയാൽ പെങ്ങളെ, നിനക്ക് മെൻസസായ കാലം മുതൽ എത്രയോ നിസ്കാരം നിനക്ക് ഖളായി പോയിട്ടുണ്ട്. മെൻസസിന്റെ പീരീഡുള്ള സമയത്തുള്ള നിസ്കാരം ഖളാ വീട്ടരുത്. അത് ത്യാഗമല്ല, അത് കുറ്റമാണ്, പാടില്ലാത്തതാണ്. നമ്മൾ വിചാരിച്ചതല്ലല്ലോ പടച്ചറബ് നിശ്ചയിച്ചിട്ടുള്ളത്. മെൻസസിനുള്ള സമയത്ത് ഖളായി പോയ നിസ്കാരം ഖളാ വീട്ടൽ അത് ഹറാമാണ്, കുറ്റമാണ്, പാടില്ലാത്തതാണ്. അതേ സമയത്ത് മറ്റു നിസ്കാരങ്ങൾ ഖളായി പോയിട്ടുണ്ടെങ്കിൽ, പ്രസവരക്തം മുറിഞ്ഞാൽ, ആ പ്രസവരക്തം മുറിഞ്ഞാൽ പിന്നെ 40 ദിവസം വരെ കാത്തിരിക്കേണ്ടതില്ല. എന്നാണോ തൻ്റെ പ്രസവത്തിൻ്റെ രക്തം നിന്നത് അന്ന് മുതൽ അവൾക്ക് നിസ്കരിക്കൽ നിർബന്ധമാണ്. ആ നിസ്കാരമൊക്കെ അവനക്ക് ഖളായി പോയിട്ടുണ്ടെങ്കിൽ, അതൊരു റമദാനിലാണ് ഖളാ വീട്ടുന്നതെങ്കിൽ, ഒരു ഖളാ വീട്ടുന്ന ഫർദിന് 70 ഫർദിന്റെ പ്രതിഫലമാണ്. സുന്നത്ത് നിസ്കാരത്തിന് ഫർദിന്റെ പ്രതിഫലമാണ്. ഒരു ഫർദിന് 70 ഫർദിന്റെ പ്രതിഫലമാണ്. പറഞ്ഞതാരാണ്? അയിമ്മത്തല്ല, അള്ളാഹുവിന്റെ പ്രതിനിധിയായ, അള്ളാഹു ഉണ്ട് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന, സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ചു തന്ന, നോമ്പ് നോൽക്കണമെന്ന് പഠിപ്പിച്ചു തന്ന, മരണാനന്തര ജീവിതമുണ്ടെന്ന് പഠിപ്പിച്ചു തന്ന, ഈ ഖുർആൻ അള്ളാന്റെ കലാമാണെന്ന് പഠിപ്പിച്ചു തന്ന മുത്തുനബിയാ
അതുപോലെ ഞാൻ എൻ്റെ ചെറുപ്പക്കാരോട്, യുവാക്കളോട്, റമദാൻ മാസത്തിൽ തനിക്ക് ഖളായി പോയ നിസ്കാരം ഖളാ വീട്ടുകയാണെങ്കിൽ ഒരു നിസ്കാരത്തിന് തന്നെ 70 പ്രതിഫലമാണ്. 70 ഫർള് ഖളാ വീട്ടിയ പ്രതിഫലമാണ്. അതേ സമയത്ത് സുന്നത്ത് നിസ്കരിക്കൽ ഹറാമാണ്, വെറുതെ ഇരിക്കൽ ഹറാമാണ്, ഖുർആൻ ഓതൽ ഹറാമാണ്. കാരണം കൂടാതെ ഖളായി പോയ നിസ്കാരം ഖളാ വീട്ടുകയല്ലാത്ത എന്ത് ചെയ്താലും ഹറാമാണ്. ഇതൊക്കെ കണക്കാക്കിയത് ആരാണ്? പടച്ച റബ്ബാണ്. റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യം റബ്ബാണ് നിശ്ചയിക്കേണ്ടത്. അതുപോലെ തന്നെ റമദാനിൽ അതേ ഒരാൾക്ക് നിർബന്ധമായ സക്കാത്ത് കുടിശ്ശികയായിട്ടുണ്ടെങ്കിൽ, അതേ ഫിത്ർ സക്കാത്ത് കുടിശ്ശികയായിട്ടുണ്ടെങ്കിൽ, പണത്തിൻ്റെ സക്കാത്ത് കുടിശ്ശികയായിട്ടുണ്ടെങ്കിൽ, മറ്റ് ധാന്യങ്ങളുടെ സക്കാത്ത് കുടിശ്ശികയായിട്ടുണ്ടെങ്കിൽ, കച്ചവടത്തിൻ്റെ സക്കാത്ത് കുടിശ്ശികയായിട്ടുണ്ടെങ്കിൽ അതതിൻ്റെതായ അവകാശികളെ മാത്രം കണക്കിലെടുത്ത് അത് സഹിയാവാൻ ആവശ്യമായ രൂപത്തിൽ അത് ഖളാ വീട്ടുകയാണ് വേണ്ടത്. അതിനോളം പുണ്യം മറ്റൊരു കാര്യത്തിനില്ല എന്ന് പഠിപ്പിച്ചത് മുത്തുനബിയാണ്. അതേ, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യം ഏതാണ് എന്ന് പഠിപ്പിക്കേണ്ടത് മുത്തുനബിയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ അത് പഠിപ്പിച്ചിരിക്കുകയാണ്. ഓ സഹോദരാ, റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളും തറാവീഹുമായിട്ട് ഏറ്റവും പുണ്യം റവാത്തിബാണ്. അത് കഴിഞ്ഞാൽ പിന്നെയാണ് റവാത്തിബിന് തറാവീഹിന് സ്ഥാനമുള്ളത്. അതേ സമയത്ത് തറാവീഹ് ഉപേക്ഷിക്കരുത്, മറ്റു സുന്നത്തുകൾ ഉപേക്ഷിക്കരുത്. പക്ഷേ നിർബന്ധമായ കാര്യങ്ങളൊക്കെ ഖളാ വീട്ടിയിരിക്കണം. ഇങ്ങനെ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇതിനെല്ലാം ഉപരി ആദ്യം അറിവ് പഠിക്കണം. ഏതാണ് അള്ളാഹുവിന് തൃപ്തിയുള്ളത്, ഏതാണ് റബ്ബിന്റെ തൃപ്തി കിട്ടാൻ ഏറ്റവും നല്ലത് എന്നാദ്യം പഠിച്ചിരിക്കണം. അതുകൊണ്ട് റമദാനിലെ ക്ലാസ്സുകൾ നടക്കുമ്പോൾ, ഉമ്മമാർക്ക് ക്ലാസ്സുകൾ നടക്കുമ്പോൾ, ഉപ്പമാർക്ക് ക്ലാസ്സുകൾ നടക്കുമ്പോൾ, ഉറുദികൾ നടക്കുമ്പോൾ, വിശുദ്ധ ഖുർആനെ കുറിച്ച് പഠനം നടക്കുമ്പോൾ, അത് പഠിക്കുന്നതിനോളം, അത് കേൾക്കുന്നതിനോളം, അതിൽ സംബന്ധിക്കുന്നതിനോളം ഒരു പുണ്യമായ അമല് നമുക്ക് ചെയ്യാനില്ല. ഞാൻ നിർത്തി, സമയം അധികരിച്ചത് കൊണ്ട്. അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഇനിയെങ്കിലും അല്ലാഹു തആല ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക്, ഈ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണെന്ന് വിശ്വസിക്കുന്നവർക്ക്, നബി അല്ലാഹുവിന്റെ റസൂലാണെന്ന് വിശ്വസിക്കുന്നവർക്ക്, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി നോമ്പെടുക്കുന്നവർക്ക്, റമദാൻ വരവേൽക്കുന്നവർക്ക്, തറാവീഹ് നിസ്കരിക്കാൻ സന്നദ്ധരായി നിൽക്കുന്നവർക്ക്, ഒരുപാട് പുണ്യങ്ങൾ ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന വിശ്വാസികൾക്ക് ഇനിയെങ്കിലും ഒന്ന് സമയമായില്ലേ? അല്ലാഹുവിനെ ഓർക്കാൻ, അവനെ തൃപ്തിപ്പെടുത്താൻ, അവന് തൃപ്തിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഹൃദയങ്ങളൊന്ന് ശുദ്ധിയാവാൻ, ഹൃദയങ്ങളൊന്ന് ഭക്തിയാവാൻ, ഒന്ന് വിനയത്തോടുകൂടി ജീവിക്കാൻ ഇനിയും നിങ്ങൾക്ക് സമയമായില്ലേ? അല്ല ഇറക്കിയ ഹക്ക് നിങ്ങൾക്ക് വിശ്വസിക്കാനും അതിന് നിങ്ങൾക്ക് കീഴ്പ്പെടാനും മോനെ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയത്, ജുമുഅ നിസ്കാരം എന്ന് പറഞ്ഞ 2 റക്അത്താണ്. 4 റക്അത്ത് ദുഹറിനേക്കാൾ പുണ്യം 2 റക്അത്ത് ജുമുഅക്കാണ്. പക്ഷെ അതിനാവശ്യമായ ഷർത്തുകളും ഫർളുകളും ചിട്ടകളും അഇമ്മത്ത് പഠിപ്പിച്ചിട്ടുണ്ട്, മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്, ഇമാമിയങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കണ്ടേ? വിവരമുള്ള ആലിമീങ്ങൾ പറയുന്നത് കേൾക്കണ്ടേ? ആലിമീങ്ങൾ പറയുന്നത് സ്വീകരിക്കണ്ടേ? ഒരു ആലിമും തർക്കമില്ലാതെ സർവാംഗീകാരത്തോടുകൂടി പണ്ഡിതന്മാര് പറയുന്നത് കേൾക്കണ്ടേ? അതനുസരിച്ചുകൊണ്ട് ജുമുഅ നടത്തണ്ടേ? ഒരു ജുമുഅ ഒരാൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ അല്ലാഹ്
എത്ര അവൻ ധർമ്മം കൊടുത്തിട്ട് കാര്യമുണ്ടോ? നാട് മുഴുവനും പള്ളി വെച്ചിട്ട് കാര്യമുണ്ടോ? അല്ലാ, മറ്റുള്ള ഇബാദത്തുകൾ ചെയ്തിട്ട് കാര്യമുണ്ടോ? ആരോടാണ് ഇതൊക്കെ പറയുന്നത്? നിന്റെ അഹങ്കാരങ്ങളും നിന്റെ ധിക്കാരങ്ങളും ബഹുമാനപ്പെട്ട മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞ ഖുർആൻ ഇറങ്ങിയ അതൊക്കെ ഒന്ന് ഉൾക്കൊണ്ട് ജീവിക്കാൻ ഇനിയെങ്കിലും സമയമായില്ലേ? 30, 40, 50, 60, 70 വയസ്സ് പ്രായമായി താടിരോമങ്ങളൊക്കെ നരച്ചു പോയി, കഴുത്താളുകൾ മുടികളൊക്കെ നരച്ചു പോയി, പലരും തുണക്കാരും മരിച്ചുപോയി, പലരും മരിക്കുന്നു സഹോദരന്മാരെ. അതുകൊണ്ട് ഇനിയെങ്കിലും അല്ലാഹു തആലാനെ ഭയപ്പെട്ട് ജീവിക്കാൻ, അവനനുസരിച്ച് ജീവിക്കാൻ സമയമായില്ലേ? അർഹമുർ റഹീമീനായ റബ്ബ് ചോദിക്കുകയാണ്, വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ മിൻ ഖബൽ. അല്ലാഹനെ മറന്നു പോകരുത്, മറന്നു പോയവരെ പോലെയാകരുത്. ഫഖാലതു അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും. അതേ, മുൻകാലത്ത് കിതാബുകൾ നൽകപ്പെട്ട ആളുകളുടെ അവരെ പണ്ഡിതന്മാർ ഉപദേശങ്ങളൊക്കെ അവർ മറന്നുപോയി, ഉപദേശങ്ങൾ അവർ തിരസ്കരിച്ചു പോയി, അങ്ങനെ അവരെ കൽബുകൾ കടുത്തുപോയി. അതുപോലെ നിങ്ങളാവരുത്. അല്ലാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുക, അവൻ്റെ തൃപ്തി സമ്പാദിക്കുക, അവൻ്റെ തൃപ്തിയോടുകൂടി ജീവിച്ച് മരിക്കുക, അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. ഇതെല്ലാം പറയാൻ, കേൾക്കാൻ, സംഘടിപ്പിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തന്നതുപോലെ ഉൾക്കൊണ്ട് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ കൽബ് അല്ലാഹു നന്നാക്കി തരട്ടെ. അല്ലാഹു ഇത് സ്വീകരിക്കട്ടെ. ആരെയും ഈ മഹല്ലത്തിൽ ആരൊക്കെ പള്ളികൾ, മദ്രസകൾ, ദീനീ സ്ഥാപനങ്ങൾ, അതിനുവേണ്ടി ദീനീ പ്രബോധനങ്ങൾ നടത്തുന്ന, പ്രവർത്തിക്കുന്ന, ഒത്താശകൾ ചെയ്യുന്ന, സഹായിക്കുന്ന, സഹകരിക്കുന്ന, ഭക്ഷണം കൊടുക്കുന്ന, കൊടുത്തിട്ടുള്ള എല്ലാ ഉമ്മമാര്, സഹോദരന്മാര് എല്ലാവർക്കും അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. വിശുദ്ധ റമദാനിൽ പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്ത് ഹൃദയമൊന്ന് ശുദ്ധിയാക്കി റബ്ബിലേക്ക് അടുത്ത് അവൻ്റെ തൃപ്തിയോടുകൂടി ഒന്ന് മരിച്ചു കിട്ടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇജാബത്തുള്ള മജ്ലിസിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.